ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ഒരു വലിയ വിവാദപരമായ ഇന്റർവ്യൂ ദീപിക പത്രത്തിൽ വന്നിട്ടുണ്ട്. എറണാകുളത്തെ വിമത പ്രവർത്തനത്തിന് തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഇത്തരത്തിലുള്ള നിരോധിത സംഘടനയിലെ വ്യക്തികൾ എറണാകുളത്തെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില ആളുകളെ സ്വാധീനിച്ച് ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സീറോ മലബാർ സഭയെ തകർക്കാൻ ഏറ്റവും നല്ലത് എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നപ്പോൾ എന്തിനാ അൽമായ മുന്നേറ്റം ഇത് ഏറ്റെടുക്കണം? ഇതിനെതിരെ PFIയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം അവർ രംഗത്ത് വന്നിട്ടില്ല. ഇതൊക്കെ ഒരു പൊതുവിശ്വാസി സമൂഹത്തെ വെറും മണ്ടന്മാരാക്കാം എന്നല്ലാതെ തത്വത്തിൽ ഇതുകൊണ്ട് യാതൊരു ഫലവുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ആ കാര്യത്തിൽ ചില്ലറക്കാരല്ല. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ പ്രസ്താവനയെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം പിതാവിനെ കൊണ്ട് ഈ പറഞ്ഞ കാര്യം തിരുത്തിക്കും. ജോബിനേട്ടാ നമസ്കാരം. നമസ്കാരം. ജോബിനേട്ടാ, ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ഒരു വലിയ വിവാദപരമായ ഇന്റർവ്യൂ ദീപിക പത്രത്തിൽ വന്നിട്ടുണ്ട്. കാരണം എറണാകുളത്തെ വിമത പ്രവർത്തനത്തിന് തീവ്രവാദ ഫണ്ടിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ ചില പ്രസ്താവനകൾ വരുമ്പോൾ അതിനെ ഗൗരവമുള്ളതാക്കുന്നത് ഇതിനെ കോണ്ടസ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ്. എല്ലാ വിഷയങ്ങളും സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണല്ലോ. ഇത് കോണ്ടസ്റ്റ് റിലേറ്റഡ് എന്ന് പറയാൻ കാരണം ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ കാലാവധി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ദിവസങ്ങളിൽ തന്നെ അടുത്ത CBCയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാൾ ആകും. അപ്പോൾ അതിനടുത്ത ദിവസങ്ങളിലാണ് പിതാവിൻ്റെ ഈ പ്രസ്താവന വന്നിട്ടുള്ളത്. രണ്ടാമത്തെ വസ്തുത, ഇത് ആരോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യകാല പ്രമുഖ പത്രമായ ദീപിക പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖമാണ്. രണ്ടാമത് ആരെക്കുറിച്ച് എന്നുള്ളതാണ്. PFI പോലുള്ള ഒരു നിരോധിത ഒരു മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഒരു തീവ്രവാദ നിരോധിത സംഘടനയെക്കുറിച്ചുള്ള പരാമർശമാണ്. അത് ഉന്നയിച്ചത് CBCയുടെ ഒരു അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഘടകങ്ങളും ഈ കോണ്ടസ്റ്റും എല്ലാം ചേർത്ത് വായിച്ചാൽ ഇത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ആ ഒരു പരാമർശങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ പറഞ്ഞിട്ടുള്ള വസ്തുത, ആരോപണം ഉന്നയിച്ച CBCI പ്രസിഡന്റ് അദ്ദേഹത്തോട് ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് PFI റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് സംസാരിക്കുന്ന ഒരു പരാമർശമാണ് ആൻഡ്രൂസ് പിതാവിന്റെ വെളിപ്പെടുത്തൽ. വളരെ ശക്തമായി സംഘടിച്ചു നിൽക്കുന്ന ഒരു സഭാ വിഭാഗത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള നിരോധിത സംഘടനയിലെ വ്യക്തികൾ എറണാകുളത്തെ കുർബാന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചില ആളുകളെ സ്വാധീനിച്ച് ഈ സഭയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യം ഓർത്താൽ നമുക്ക് മനസ്സിലാകും. സീറോ മലബാർ സഭയെ തകർക്കാൻ ഏറ്റവും നല്ലത് എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് സഭയെ തകർക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെയും എന്തിന് ചില കക്ഷികൾ ഒരു വിഷയമാക്കണം? അതിൻ്റെ ഒരു സൂചനയാണല്ലോ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ ചാനൽ ചർച്ചകളാണ് ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾ വന്നു. ഞാൻ ന്യൂസ് 18 ഒരു ഡിബേറ്റിൽ ഞാനും പങ്കെടുത്തതാണ്. അന്ന് അവിടെ ഒപ്പോസിഷനായിട്ട് വന്ന റിജു കാഞ്ഞൂക്കാരനാണ്. അൽമായ മുന്നേറ്റത്തിൻ്റെ ഒരു ചാർജ് വഹിക്കുന്ന ആളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് അദ്ദേഹമാണ് വന്നത്. ആ സമയത്ത് കെവിൻ പീറ്റർ ഉണ്ടായിരുന്നു. ഷോണിന് പകരം മറ്റൊരാളാണ് വന്നത്. ഈ ചർച്ചയിൽ റിജു കാഞ്ഞൂക്കാരൻ പറഞ്ഞു വെച്ച ഒരു വസ്തുത, അദ്ദേഹം പറയുന്നു, ഞങ്ങളിവിടെ 10-30 വർഷമായിട്ട് എറണാകുളംകാരാണ്. ഇത് ഞങ്ങളുടെ ഏറ്റവും സീറോ മലബാർ സഭയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു അതിരൂപതയാണ്, രണ്ടാമത്തെ അതിരൂപതയാണ്. അതുകൊണ്ട് ഈ രൂപതയ്ക്കെതിരെ ഉണ്ടാകുന്ന ഒരു ആരോപണം ഞങ്ങൾ ചെറുതായിട്ട് തള്ളിക്കളയില്ല. അവിടെ കെവിൻ പീറ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. എന്തിന് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വന്നപ്പോൾ എന്തിന് അൽമായ മുന്നേറ്റം ഇത് ഏറ്റെടുക്കണം? ഇതിനെതിരെ PFIയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം അവർ രംഗത്ത് വന്നിട്ടില്ല. ആകെ രംഗത്ത് വന്നത് അൽമായ മുന്നേറ്റം മാത്രമാണ്. ഇവർ പേടി തോന്നിയതാണ് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും മടിയിൽ കനമുള്ളവർക്കല്ലേ പേടിയുടെ ആവശ്യമുള്ളൂ. മടിയിൽ കനമില്ലാത്തവരെ പേടിക്കേണ്ട യാതൊരു വസ്തുതകളും ഇല്ല. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ 8-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ ഒരു പ്രസ്താവന PRO പോൾ മേലേടത്ത് ചാൻസലർ അച്ഛൻ അദ്ദേഹം ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ PFI പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് കുർബാന പ്രശ്നത്തിലടക്കം PFIക്ക് ബന്ധമുണ്ട്, സീറോ മലബാർ സഭയെ തകർക്കാൻ ശ്രമിച്ചു എന്ന വസ്തുത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ, നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വെളിപ്പെടുത്തണം. വിശ്വാസികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കാൻ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് ബാധ്യതയുണ്ട്. അദ്ദേഹം ബാധ്യസ്ഥനാണ്.
എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറങ്ങി. ഇതിപ്പോൾ പരാതി കൊടുക്കണമെങ്കിൽ അത് ഒന്നെങ്കിൽ PFI പരാതി കൊടുക്കണം, അല്ലെങ്കിൽ ജമാഅത്തെ പ്രവർത്തകരാരെങ്കിലും പരാതി കൊടുക്കണം. ആരെങ്കിലും പരാതി കൊടുക്കണം. ആരായിരിക്കും പരാതിക്കാരൻ? അല്ല, അവരാരും ഇതുവരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട PFI നിരോധിത സംഘടനയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സഭയെ തകർക്കാൻ ഇത്തരത്തിലുള്ള ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ പോലെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ആരും കൃത്യമായിട്ട് സഭ എന്തുകൊണ്ട് അത്തരത്തിലൊരു പരാമർശവുമായിട്ട് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെ ഞാനത് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, 8-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ പാഡിൽ വന്ന ഒരു പ്രസ്താവന, അതിനുശേഷം ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നലെയാണോ ഇന്നാണോ ഷൈജു ആന്റണി, അദ്ദേഹമാണല്ലോ അൽമായ മുന്നേറ്റത്തിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ്, ഒരു 4 മിനിറ്റോളം വരുന്ന വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നു, CBCIയുടെ മീറ്റിംഗ് ബാംഗ്ലൂരിൽ പുരോഗമിക്കുന്നു. 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പുതിയ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിനകത്തൊരു വിഷയം പറയുന്നുണ്ട്, അതായത് രാഷ്ട്രവും സഭയും. ഇതാണ് ഈ പുതിയ CBCI മീറ്റിങ്ങിൻ്റെ ഏറ്റവും അവരുടെ തീം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ഈ ഒരു ആരോപണം, പരാമർശം ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ CBCIയുടെ തീമിന് ഡെഡ് എഗനൈസ്റ്റ് ആണ്. അത് തീർച്ചയായിട്ടും പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിലെ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, CBCIയുടെ മീറ്റിങ്ങിൽ അവിടെ പങ്കെടുക്കുന്ന ഈ മുഴുവൻ ആളുകൾക്കും മെത്രാന്മാർക്കും ഇത്തരത്തിലൊരു ആശങ്കയുണ്ട്, അവരിതിനെക്കുറിച്ച് വിലയിരുത്തി എന്നുള്ളത് ഈ ഷൈജു ആന്റണി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ല, അതിൽ പങ്കെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു പക്ഷേ, അതായത് സുഹൃത്തുക്കളായിട്ടുള്ള ബിഷപ്പുമാരും CBCIയിൽ ഉണ്ടായിരിക്കുക ഒരു പക്ഷേ. അല്ല, അങ്ങനെയാണെങ്കിൽ പൊതുവെ ഒരു CBCI പോലൊരു മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഇങ്ങനെ ചില പരാമർശങ്ങളുണ്ട്, അതേക്കുറിച്ച് അന്വേഷിക്കണം. കാരണം CBCIയുടെ അധ്യക്ഷനായിരുന്ന ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, ഇത്തരത്തിൽ സഭയെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, അത് പരിശോധിക്കാനുള്ള ബാധ്യസ്ഥത CBCI എന്ന് പറയുന്നൊരു ബോർഡിനുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും ഒരു പ്രസ്താവന ഇറക്കണ്ടേ? അവർ പ്രസ്താവന ഇറക്കിയിട്ടില്ല. പിന്നെ രണ്ടാമത്, സീറോ മലബാർ സഭ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. ആകെ പ്രസ്താവന ഇറക്കിയത് എവിടെയാണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നാണ് ഈ പ്രസ്താവന വന്നിട്ടുള്ളത്. ഇവിടെ ഷൈജു ആന്റണിയുടെ 4 മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വസ്തുത, ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് PRO എന്ന് വെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ PRO എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ PRO ആണ് പോൾ മേലെടുത്ത് എന്ന് പറയുന്ന വൈദികൻ. അപ്പോൾ ഇത് സിനഡിൻ്റെ തന്നെ ഒരാവശ്യമാണ്. അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസ്താവനയിലൂടെ PRO ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഒരു പൊതുവിശ്വാസി സമൂഹത്തെ വെറും മണ്ടന്മാരാക്കാം എന്നല്ലാതെ തത്വത്തിൽ ഇതുകൊണ്ട് യാതൊരു ഫലവുമില്ല. പ്രത്യേകിച്ച് ആടിനെ പട്ടിയാക്കുന്ന ചില കാര്യങ്ങളിൽ ഷൈജു ആന്റണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടെ വേറൊരാളുള്ളൂ. അത് ഞാൻ എൻ്റെ ഒരു ഭാഷ്യം മാത്രമായിട്ട് കണക്കിലെടുക്കണ്ട. കുർബാന വിഷയം ആരംഭിച്ച സമയം മുതൽ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വാമടിയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ആടിനെ പട്ടിയാക്കുന്ന കാര്യങ്ങൾ, സ്ട്രെയിറ്റ് അവേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ സ്ഥാപിച്ച് നുണകൾ, അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ആ കാര്യത്തിൽ ചില്ലറക്കാരല്ല. അപ്പം ഞാനിവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്, അദ്ദേഹത്തിൻ്റെ കുരിയയ്ക്ക്, സീറോ മലബാർ സഭയുടെ സിനഡിലെ തന്നെ ഏറ്റവും പ്രബലനായ ഒരു മെത്രാപോലീത്തയാണ്, ഒരു മെത്രാനാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരു ഇത്തരത്തിൽ സഭയെ തകർക്കാൻ ഇത്തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രസ്താവന ആദ്യമേ വരേണ്ടത് എവിടെ നിന്നാണ്? കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ നിന്നുമാണ്. ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് സീറോ മലബാർ സഭ ഈ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വാസികൾ ഇതിനകത്തൊരു ആശങ്കയുടെ ആവശ്യമില്ല. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തുടർ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഭ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്ന രീതിയിൽ ഒരു പ്രസ്താവനയല്ലേ വരേണ്ടത്? അല്ല, ആൻഡ്രൂസ് താഴത്ത് പിതാവിന് അങ്ങനത്തെ ഒരു ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അന്വേഷണത്തിന് സർക്കാരിനോട് തന്നെ ശുപാർശ ചെയ്യേണ്ടതല്ലേ അത്? അല്ല, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു പത്രത്തിന് അഭിമുഖം കൊടുത്തത്. തീർച്ചയായിട്ടും സിനഡിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. മേ ബി വരും ദിവസങ്ങളിൽ അതിൻ്റെ ചർച്ചകളൊക്കെ വരുമായിരിക്കാം. ഇത് സീറോ മലബാർ സഭയുടെ സിനഡോ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവോ എറണാകുളത്തിൻ്റെ ചുമതലയുള്ള പാമ്പ്ളാനി പിതാവോ ഇവരാരും ഈ പറഞ്ഞ കാര്യത്തെ ഇതുവരെ താഴത്ത് പിതാവിൻ്റെ പരാമർശവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ആകെ രംഗത്ത് വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു PRO ആണ്. ഇതാണ് ഇതിനകത്തെ ചില സമവാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചാൽ ഈ കളി പുറത്തു വരുന്നത്
ഇവിടെയാണ്. ഈ കാസ എന്ന് പറയുന്ന സംഘടന, കാസ എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇത് ഈ വാർത്താ മാധ്യമങ്ങളാണ് കാസ ഇത്ര വലുതാക്കിയത്. അതല്ലാതെ കാസ എത്ര വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കാസ ഒരു വലിയൊരു സംഘടനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കാരണം ഈ കാസ കത്തോലിക്ക സഭയുടെ ഭാഗമല്ല എന്നുകൂടി ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞിട്ടുണ്ട്. അവരൊരിക്കലും പറയുന്നില്ല ഇതൊരു സഭാത്മക സംഘടനയാണ് എന്നൊരു വാദം കാസയുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ MTNS ഞങ്ങൾ തന്നെ പറയാറുണ്ട് ഞങ്ങളൊരു സഭാത്മക സംഘടനയാണ്. മെത്രാന്മാർ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിച്ചതായിട്ട് ഒരിടത്തും ഇല്ല. ഞങ്ങളെ മെത്രാന്മാർ അംഗീകരിക്കണം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അംഗീകരിക്കണം എന്ന് ഞങ്ങൾ ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സംഘടനയിൽ ഒരു വൈദികർക്കും അതിനകത്ത് അംഗത്വം എടുക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ കത്തോലിക്ക സഭയിലെ അല്ലെ സീറോ മലബാർ സഭയിലെ ഏത് സംഘടനകൾ എടുത്താലും, ഇപ്പോൾ AKCC അതെടുത്താൽ അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ആരാ? ഏതെങ്കിലും വൈദികനോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സഭാത്മക സംഘടനയാണെങ്കിൽ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നവരാരും ഒരു അൽമായൻ അതിനകത്ത് രംഗത്ത് വരാൻ പാടില്ല. ഞങ്ങളെ ഭരിക്കുന്നവനോ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നവരോ ആരും ഞങ്ങളുടേതായിട്ടുള്ള സഭാത്മക സംഘടനകളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഏത് കാര്യം എടുത്താലും. അതുകൊണ്ട് തന്നെയാണ് ഒരു സഭാത്മക സംഘടനകളും ഇവിടെ രക്ഷപ്പെടാത്തതിന്റെ കാരണം അതാ. എന്നാൽ ഇവിടെ നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന സഭാത്മക സംഘടന നമുക്കറിയാം, വിൻസെന്റ് ഡി പോളാണ് സഭാത്മക സംഘടനയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നതും എന്തെങ്കിലുമൊക്കെ മാനുഷികമായിട്ട് മറ്റുള്ളവർക്ക് സമുദായത്തിനും അംഗങ്ങൾക്ക് ഉപകാരമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് വിൻസെന്റ് ഡി പോൾ എന്ന് പറയുന്ന സംഘടനയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? അതിന്റെ തലപ്പത്ത് ഒരു വൈദികനില്ല. അതിന്റെ തലപ്പത്ത് വൈദികനില്ല. പക്ഷേ ഇടവക വികാരിക്കാൻ നിയന്ത്രണങ്ങളില്ലേ? ഇല്ല. ഇടവക വികാരിക്കോ ബാക്കിയുള്ള ആർക്കും അതിനകത്ത് വിൻസെന്റ് ഡി പോൾ നിയന്ത്രണങ്ങളില്ല. അത് പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന അൽമായരാണ്. അതുകൊണ്ടാണ് ആ സംഘടന ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നത്. അപ്പൊ ഈ ചർച്ച് ആക്ട് ഒക്കെ നല്ലതാവാൻ സാധ്യതയുള്ളല്ലേ? ഇല്ല, ചർച്ച് ആക്ടിന്റെ ഇതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പല പല വശങ്ങൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്. അത് ഒരു ചർച്ചയിലോ ബാക്കിയുള്ള കാര്യത്തിലോ നമുക്ക് ഇരുന്ന് സംസാരിക്കാനും തീരുമാനിക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ എറണാകുളത്തെ കുർബാന പ്രശ്നത്തിലെ ഏത് വിഷയം നമ്മൾ സംസാരിച്ചാലും എറണാകുളത്തെ കുർബാന പ്രശ്നത്തിലാണ് ഇത് അൾട്ടിമേറ്റ് ഈ സംഭവം എത്തിച്ചേർന്ന് നിൽക്കുന്നതാണ്. അതാണല്ലോ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞത്, എറണാകുളത്തെ കുർബാന തർക്കത്തിൽ ഉടനീളം ഈ ഒരു വിഷയത്തെ ഈ ബാഹ്യശക്തികൾ PFI പോലുള്ള ബാഹ്യശക്തികൾ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ 2020 21 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന ഇവരുടെ ഒരു വലിയ വിശ്വാസ സംഗമം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വലിയ ഹോളൊക്കെ കെട്ടി വലിയ സംവിധാനമായിരുന്നു. ആ ഒരു പരിപാടിക്ക് ഇവരുടെ തന്നെ വെളിപ്പെടുത്തൽ 1.5 കോടി രൂപ അതിന് ചിലവായി. 1.5 കോടി രൂപ മുടക്കി. അതിന്റെ സോഴ്സ് എന്താണ്? ആ ഫണ്ടിന്റെ സോഴ്സിനെ കുറിച്ച് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല രീതിയിലൊക്കെ ചോദിച്ചെങ്കിലും ആരും അതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ ആരും തയ്യാറില്ല. 5 ലക്ഷത്തോളം വിശ്വാസികൾ ഒരു 10 രൂപ വെച്ചിട്ട് കഴിഞ്ഞാലും പൈസയായി. അല്ല, 5 ലക്ഷത്തോളം വിശ്വാസികളിൽ എന്ന് പറഞ്ഞാൽ സഭയോട് അല്ലെങ്കിൽ സഭ ഇത്തരത്തിൽ ഒരു കുർബാന ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയെ ധിക്കരിക്കുന്ന വൈദികർ അവർ ആവശ്യപ്പെടുന്ന കുർബാന തന്നെ വേണമെന്ന് പറയുന്നവരെ, ഈ പറയുന്നവരെ 1-2% പോലും ഇല്ല. ഏത് ഇടവകയെ ചെന്നാലും നല്ല ശതമാനം ആൾക്കാരും ഇവരുടെ വാദം എപ്പോഴും സൈലന്റ് ആയി മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ പക്ഷമാണ്. പല ആൾക്കാരും ചിന്തിക്കുന്നത് അവര് പരിഹരിക്കട്ടെ, ഇത് മെത്രാന്മാർ പരിഹരിക്കട്ടെ, വൈദികർ പരിഹരിക്കട്ടെ, ഞങ്ങൾ എന്തിനാ ഇടവകയെ പോയിട്ട് ഈ തമ്മിലും വിശ്വാസികളായിട്ട് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ആളുകൾ തമ്മിൽ ഞങ്ങൾ എന്തിനു പ്രശ്നം ഉണ്ടാക്കണം? ഈ പറയുന്ന ആളുകളുടെ സൈലൻസിനെ ഞങ്ങളുടെ വോട്ടാണ് എന്ന് പറഞ്ഞ രീതിയിൽ മുതലെടുത്തവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഈ പറയുന്ന അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ആൾക്കാരും. അപ്പോൾ ഇവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഇവരാണ്. എല്ലാ പള്ളിയിൽ നിന്നും പള്ളിയിലെ അനധികൃതമായ സ്വത്ത് കണക്കില്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി ഈ വൈദികർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ 1.5 കോടി രൂപ മുടക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ഫണ്ടിങ്? അതിനേക്കാൾ മുമ്പ് നമ്മുടെ സിസ്റ്റർ ലൂസിയുടെ ഫ്രാങ്കോ പിതാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് വഞ്ചി സ്ക്വയറിൽ സമരം നടന്നപ്പോൾ അന്ന് തൃശ്ശൂർ അപ്പറെ 33 കിലോമീറ്റർ അപ്പറെ നിന്ന് ഒരു ജമാഅത്ത് ഇസ്ലാം സ്കൂളിൽ നിന്ന് 43ഓളം തട്ടമിട്ട പെൺകുട്ടികളെ ഈ വഞ്ചി സ്ക്വയർ കൊണ്ടുവന്നാരാ? അതേക്കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? ഈ കാര്യങ്ങൾ ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ഈ പറഞ്ഞതൊക്കെ നഗ്നമായ സത്യം പോലെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അന്ന് ഈ വഞ്ചി സ്ക്വയറിലെ കുറേ നാളുകൾ നീണ്ട ഈ സമര പരിപാടികൾക്ക് എല്ലാ തരത്തിലും അവിടെ ഫുഡ് വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിരുന്നത് ഈ PFIയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നതും അതിൻ്റെ പല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി കൂടിയായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും രേഖകളുണ്ടോ, കൈവശമുണ്ടോ? പിന്നെ അന്നത്തെ വീഡിയോസും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇതെല്ലാം ആരും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം പച്ചവെള്ളം പോലെ സത്യമായ കാര്യങ്ങളാണ്. പല പല കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ വാദം ശരിവെക്കുന്നതാണ് എന്ന ഒരു
അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളെല്ലാം എത്തിപ്പെടുന്നത്. ഇവിടെ വിമത വൈദികരിൽ പ്രധാനിയായിരുന്ന പോൾ തേലക്കാട്ടച്ചൻ, ഇദ്ദേഹം ഏതെങ്കിലും പൊതുവേദികളിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അത് ഏതെങ്കിലും മുസ്ലിം പരിപാടികളിൽ മാത്രമായിരിക്കും, അല്ലാത്ത ഒരു പരിപാടികളിലും അദ്ദേഹത്തെ കാണാറില്ല. അല്ല, തിരക്കേട്ടച്ഛൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അച്ഛനല്ലേ? അല്ല, ഇത്രയും എന്നിട്ടും ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായ സമയത്താണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ പുള്ളിയെ കാണാറുള്ളൂ. അതിനുശേഷമാണ് നമ്മളുടെ പാമ്പളാനി പിതാവിൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കാണുന്നത് മുസ്ലിം ഇതുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ മുസ്ലിം സമുദായത്തിനെതിരല്ല. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ലെറ്റർപാടിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലെറ്റർപാടിൽ വന്ന പോൾ മേലേടത്തച്ഛൻ്റെ പ്രസ്താവനയിൽ രണ്ടാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ പ്രസ്താവന വന്നതിലൂടെ ചില ആളുകൾ ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതും തെറ്റായ പരാമർശമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് PFIയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിരോധിത സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വന്നിട്ടുള്ള ആരോപണമാണ്, മുസ്ലിം സമുദായത്തിനെതിരല്ല. അപ്പോൾ ഇത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതിയിലേക്ക് രണ്ട് മതവിഭാഗങ്ങളെ തകർക്കാനാണ് ആൻഡ്രൂസ് പിതാവിന്റെ പ്രസ്താവന എന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആരാ? ഇത്തരത്തിലുള്ള ആളുകളാ. അല്ല, ഞാൻ ചോദിച്ചു, ഈ ക്രിസ്ത്യൻ സഭയെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പാർട്ടികളെയും, ക്രിസ്ത്യൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളെയും തകർക്കാനുള്ള ഒരു നീക്കമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 100 വർഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എടുത്താൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, മറ്റ് സാംസ്കാരിക മേഖലയിലാകട്ടെ, നൈപുണ്യ മേഖലയിലാകട്ടെ, എല്ലാ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്ത് ഇവിടെ ഇന്ത്യയിലുടനീളമുള്ള സകല മനുഷ്യരെയും അക്ഷരാഭ്യാസമുള്ളവരും മറ്റെല്ലാ തരത്തിലും പ്രാവീണ്യമുള്ളവരാക്കിയത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണ്. മറ്റൊന്ന് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ഇന്ന് സർക്കാരിൻ്റെ കീഴിലൊക്കെ ധാരാളം സർവകലാശാലകളും കോളേജുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ തുടങ്ങുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രഗത്ഭരായ ആളുകളെ സമ്മാനിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും മാത്രമാണ്. അല്ല, അതിന് രാജ്യം കടപ്പെട്ടിരിക്കുന്നു. രാജ്യം ഒരുപാട് പ്രാവശ്യം ആ കടപ്പാടിൻ്റെ എന്ത് ആനുകൂല്യമാണ് സീറോ മലബാർ സഭയ്ക്കല്ല, എന്ത് അനുകൂല്യമാണ് ക്രിസ്ത്യൻ സമുദായത്തിന് ലഭിച്ചിട്ടുള്ളത്? അതിൻ്റെ ഒരാനുകൂല്യങ്ങളും ഒരിടത്തും കൊടുക്കുന്നില്ല. സീറോ മലബാർ സഭയുടെ കീഴിൽ തന്നെ നമ്മളിവിടെ നോക്കിയാൽ എത്രയോ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ പ്രബലമായ ഒരു സഭയാണ് സീറോ മലബാർ സഭ, അംഗബലത്തിലും ബാക്കിയുള്ള എല്ലാ തരത്തിലും. അങ്ങനെയെങ്കിൽ ഇത്രയും പ്രബലമായ ഒരു സഭയെ ഇത്രയും നാളും ഊറ്റിക്കുടിച്ചതിന് ശേഷം ഈ സഭയെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളത് ചിലരുടെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം ഇതിന് തക്ക താല്പര്യമുള്ള ചില ആളുകളെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ, ഞാൻ ഇവരെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കാൻ കാരണമുണ്ട്. കേവലം ഒരു കുർബാനയാണ് പ്രശ്നമെങ്കിൽ, പരിശുദ്ധ കുർബാനയാണ് പ്രശ്നമെങ്കിൽ, എറണാകുളത്തെ വൈദികരും എറണാകുളത്തെ ഈ പറയുന്ന കുറച്ച് വിശ്വാസികൾ, ഞങ്ങളുടെ പഴയ കുർബാന മാത്രം, ജനാഭിമുഖ കുർബാന മാത്രം ഞങ്ങൾക്ക് മതി എന്ന് വാദിക്കുന്ന കുറേ വിശ്വാസികളും എറണാകുളത്തെ വൈദികരും, അവരുടെ പ്രശ്നം കുർബാന മാത്രമായിരുന്നുവെങ്കിൽ ഈ സഭയെ പൊതുസമൂഹത്തിൽ ഇത്രയും വികൃതമാക്കാൻ ഈ പറഞ്ഞ വൈദികർക്കോ ഈ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്കോ സാധിക്കുമോ? ഒരാളും അതിനുവേണ്ടി മെനക്കെടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന പ്രധാനപ്പെട്ട കാരണം, കുർബാനയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുർബാനയെ ഞങ്ങൾ തള്ളിപ്പറയും, വിശ്വാസത്തെ ഞങ്ങൾ തള്ളിപ്പറയും, ക്രിസ്തുവിനെ ഞങ്ങൾ തള്ളിപ്പറയും, മാർപ്പാപ്പയെ ഞങ്ങൾ തള്ളിപ്പറയും, സിനഡിനെ ഞങ്ങൾ തള്ളിപ്പറയും, എല്ലാവരെയും ഞങ്ങൾ തള്ളിപ്പറയും. എന്നിട്ട് ഇവരെല്ലാവരും പറയുകയും ചെയ്യും ഞങ്ങൾ സഭാസ്നേഹികളാണ്. ആ ലോജിക്ക് എത്രമാത്രം ശ്രമിച്ചിട്ടും നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. സഭാസ്നേഹികളാണ് ഞങ്ങളെന്ന് വാദിക്കുകയും ചെയ്യും, ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുർബാന സ്നേഹികളെന്ന് വാദിക്കുകയും ചെയ്യും. ക്രിസ്തുവിനെയും പരിശുദ്ധ കുർബാനയും ഏതറ്റം വരെ വികൃതമാക്കാമോ അതെല്ലാം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഇവർ ചെയ്യുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഇപ്രാവശ്യം UDF വളരെയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, VD സതീശനൊക്കെ. അല്ല, അതും സഭാപരവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊരു പൊളിറ്റിക്കൽ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ വജ്ജിസ്കോല സമരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടന എന്ന ഈ സംഭവം ഒരിക്കലും
കത്തോലിക്ക സഭയുടെയോ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയോ വാദമല്ല. ഇത് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെട്ട സംഭവമാണ്. PFI ഒരു തീവ്രവാദി സംഘടനയാണ് എന്നുള്ളത് അവരുടെ സമുദായം തന്നെ, മുസ്ലിം സമുദായം തന്നെ, അവരുടെ സമുദായ നേതാക്കൾ തന്നെയാണ് അവർക്കെതിരെ ആദ്യമേ തിരിഞ്ഞിട്ടുള്ളത്. അവരിലൂടെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല. വളരെ സിമ്പിളായിട്ട് 2 വർഷങ്ങൾ പോലും തികച്ചായിട്ടില്ല. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പിയിട്ടാൽ പോലും പക്കാവട പരുവത്തിൽ പോലും പോകാത്ത ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, പിള്ളേരെ കൊണ്ട് അവലും മലരും കരുതിക്കോട എന്ന രീതിയിൽ ക്രിസ്ത്യാനികളെ നോക്കി മുദ്രാവാക്യം വിളിപ്പിക്കാൻ തക്ക രീതിയിൽ ഇവിടുത്തെ കുഞ്ഞു മക്കളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ 25, 30, 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള മണ്ഡി, നാളെ നമ്മുടെ ഈ സമൂഹത്തിൽ എത്ര പേര് നാളെ ക്രിസ്ത്യാനികളായി ഉണ്ടാവും, എത്ര ക്രിസ്ത്യൻ പള്ളികൾ നമുക്കിവിടെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ ക്രിസ്ത്യൻ സഭയ്ക്ക്? അല്ല, ക്രിസ്ത്യൻ സഭയ്ക്ക് ഒരിക്കലും ആ ഭയപ്പാട് അന്നും ഇല്ല, ഇന്നും ഇല്ല. കാരണം വെച്ചാൽ ഇത് അനേക രക്തസാക്ഷികളിലൂടെ പടർന്ന് പന്തലിച്ച ഒരു സഭയാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികളുടെ മുമ്പിലോ ആരെങ്കിലും തല്ലാൻ വരും, കൊല്ലാൻ വരും, അതുകൊണ്ട് പേടിച്ച് മാളത്തിൽ കയറിയിരുന്നിട്ടുള്ളവരാരും നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലില്ല. ഇനിയൊരു സമയത്ത് അങ്ങനെ ഉണ്ടോ? ഇപ്പം ഇല്ല എന്ന് പറയാനും പറ്റില്ല. ഒരു പരിധി വരെയെങ്കിലും ചിന്തിച്ചാൽ എന്തിനാണ് ഈ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടി നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ തകർക്കുന്നത് എന്തിനാ? അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം കടന്ന് കാണിച്ചാലും നമുക്ക് നമ്മുടെ വഴിക്ക് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ ചെറുതല്ല. ക്രിസ്ത്യൻ സമുദായം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആശയം സ്നേഹവും സന്തോഷവും സമാധാനവും കാരുണ്യവും മാത്രമാണ്. ഇന്ന് അതിൻ്റെ വില ഇല്ലാതാക്കുന്നതാരാ? ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ഇവിടുത്തെ ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ച ഒരു കാര്യവും ഇന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ പ്രസ്താവനയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതായത് PFI മറ്റേ ഇവരുടെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ പങ്കുവച്ചു എന്ന് പറയുന്ന ആശങ്കയുമായി ബന്ധപ്പെട്ട് സഭയെ തകർക്കാൻ വേണ്ടി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു കാരണം നമുക്ക് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരാധനാക്രമ വിഷയത്തിൽ അന്ന് ഈ കുർബാന സഭ തീരുമാനിച്ച കുർബാനാക്രമം നടപ്പിലാക്കണം എന്ന രീതിയിൽ ഒരു സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ട് സഭ നീങ്ങിയപ്പോൾ അന്ന് എല്ലാ പള്ളികളിലും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ആലഞ്ചേരി പിതാവിനെതിരെയാക്കുക. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചത്. അന്ന് എല്ലാ പള്ളികളിലും ആർക്കും കുർബാനയുടെ വിഷയം സംസാരിക്കുമ്പോൾ പിതാവ് കട്ടുകൊണ്ടുപോയ പണം എവിടെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം വേണം. ഇതാണ് 350 പള്ളികളിലും ഒരു നരേഷൻ അജണ്ടയുടെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ഈ ഭൂമി വിവാദം അത് ഈ കാര്യം അൽമായ മുന്നേറ്റവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൾത്താരയിൽ നിന്ന് ഇത് പിൻവലിക്കാൻ കാരണമായത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആലഞ്ചേരി പിതാവ് സ്ഥാനഭ്രഷ്ടനായതിനു ശേഷം എന്ന് രാജിവെച്ചോ അതിനുശേഷം ഒരു അൾത്താരയിലും ഈ പ്രശ്നമില്ല. ഞങ്ങളുടെ ഭൂമി എവിടെ, ഞങ്ങളുടെ പൈസ എവിടെ? ഇപ്പം അവരോട് ചോദിച്ചാൽ പറയും അത് കോടതി കേസ് നടക്കുന്നു, റെസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, മറിച്ചത് പറഞ്ഞു, ഇതെല്ലാം പറയും. പക്ഷേ അൾത്താരയിൽ നിന്ന് ഈ സാധനം മാറി. ആലഞ്ചേരി പിതാവിനെ രാജിവെച്ചോടുകൂടി ആ പ്രശ്നമില്ല. അപ്പം ഞാൻ ഇവിടെ പറയാൻ കാരണം ഇപ്പം ഇവർക്കാർക്കും ഈ ഭൂമി വിവാദത്തിൻ്റെ പൈസയുടെ കണക്കൊന്നും പറയാനില്ലേ? പിതാവിനെ താഴെ ഇറക്കിയപ്പോൾ അതിനുശേഷം ഇവർക്ക് ഒന്ന് വേണ്ടേ? ഇതാണ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞ കാര്യവും പല സമവാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചാൽ ഇവരുടെ അജണ്ട സഭയെ തകർക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഭൂമി വിവാദത്തിൻ്റെ പല കാര്യങ്ങളുമൊക്കെ ഈ പല സമുദായത്തിലെ ആളുകളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകളെയൊക്കെ കൊണ്ടുവന്നതും അവരെ വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ തകർക്കാൻ ചില കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നതൊക്കെ ഇന്ന് പിതാവ് പറഞ്ഞു വെച്ച പല കാര്യങ്ങളുമായിട്ട് ചേർത്ത് വായിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ലളിതമാണ്. അതുകൊണ്ട് അൽമായ മുന്നേറ്റത്തിൻ്റെ ആളുകൾക്കോ ഷൈജു ആന്റണിക്കോ റിജുക്കാരനോ കഞ്ഞൂക്കാരനോ അത്ര പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരൊക്കെ യഥാർത്ഥത്തിലുള്ള സഭാസ്നേഹികളാണെങ്കിൽ സഭ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചേർന്ന് മുന്നോട്ട് പോകുക എന്നതിനപ്പുറത്തേക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിനൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല ഞങ്ങൾ 10-60 വർഷം കണ്ടുകൊണ്ടിരുന്നതാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ, ഇതൊക്കെ വെറുതെ ആളുകളെ പൊട്ടന്മാരാക്കാൻ പറയാമെന്നല്ലാതെ ഷൈജു ആന്റണിക്കോ റിജു കാഞ്ഞൂക്കാരനോ അൽമായി മുന്നേറ്റത്തിൻ്റെ ഒരാളുകൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കോ എറണാകുളം അങ്കമാലി അതിരൂപത ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ഇത് ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയ പ്രോപ്പർട്ടി ആണെന്ന് പറയാൻ വാദിക്കുന്നുണ്ടെങ്കിൽ പിതാവ് ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളെയും നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയെ പിടിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭയെ തകർക്കാൻ പലരും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും എറണാകുളം അങ്കമാലി ഞങ്ങളുടെയാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ ഇത്തരത്തിലുള്ള കുൽസിത ബുദ്ധികളും കുൽസിത ശക്തികളും ഉണ്ട് എന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവ് പറഞ്ഞ വാദത്തെ ശരിവെക്കണം.
പിതാവ് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം അത് ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിതാവ് പറഞ്ഞ ഈ പ്രസ്താവനയെ, ഈ ആരോപണത്തെ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് സിനഡ് മറ്റു പിതാക്കന്മാരെ കൊണ്ട് തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ കൊണ്ട് ഈ പറഞ്ഞ പ്രസ്താവന അവർ തന്നെ തിരുത്തിക്കും. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം എഴുതി വെച്ചോ. ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യം ഇതാണ്. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ പ്രസ്താവനയെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ ഒന്നടങ്കം പിതാവിനെ കൊണ്ട് ഈ പറഞ്ഞ കാര്യം തിരുത്തിക്കും. അൽമായ മുന്നേറ്റം തിരുത്തിക്കാനുള്ള പല വഴികളും ചെയ്തിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞുതരാം. ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ 2 വട്ടമാണ് അവർ ആക്രമിച്ചത്. ഫിസിക്കലായി 2 വട്ടം ആക്രമിച്ചു. അതുകൂടാതെ ബസിലിക്ക ദൈവാലയത്തിൽ കുർബാന ചെല്ലാൻ വന്നപ്പോൾ കാറിൽ നിന്ന് പോലും പുറത്തിറക്കാതെ അത്തരത്തിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായി. ഷൈജു ആന്റണിയും അൽമായ മുന്നേറ്റം അംഗങ്ങളും ആ വീഡിയോ പലവട്ടം കണ്ടതല്ലേ. താൻ ആരോടോ എന്ന് പറഞ്ഞ് കയ്യും കാലും തല്ലുപിടിക്കുമെന്ന് പറഞ്ഞ സംഭവങ്ങൾ പോലും ഇന്നും ആളുകളുടെ കയ്യിൽ ഫോണിലുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞ ഈ കാര്യത്തെ ഇന്ന് 8-ാം തീയതിയിൽ ഇറക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സർക്കുലർ, അതായത് ആ പ്രസ്താവനയും ഇതൊക്കെ അവർ മുൻകൂട്ടി ഇറക്കാൻ കാരണം പിതാവിനെതിരെയുള്ള പണി അവർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലെറ്റർ പാഡിൽ ഈ പ്രസ്താവന വന്നതും സീറോ മലബാർ സഭയുടെ മൗണ്ടിൽ നിന്നുള്ള അവിടെ ലെറ്റർ പാഡിൽ നിന്ന് PRO ഫാദർ ടോം ഓലിക്കരോട്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവനയായി ഒരു സാധനം ഇറക്കാൻ കഴിയാത്തതും ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ പ്രസ്താവനയെ തള്ളിക്കളയുന്നതായിട്ടും പിൻവലിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവന വലിയ കാലതാമസമില്ലാതെ രംഗത്ത് വരും. അതിനുവേണ്ടിയാണ് അൽമായ മുന്നേറ്റം ഇപ്പോൾ ഈ കൊടിയും പിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് നേരിട്ട് കാണാം. ഏതൊക്കെയാലും ഒരു കാര്യമുണ്ട്. ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ ആശങ്കയും അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി രൂപതയുടെ കുർബാന തർക്കവും അതോടൊപ്പം തന്നെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നതും. എല്ലാ ആശങ്കകൾക്കും പരാതികൾക്കും പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് നന്ദി ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും. ഓക്കെ.